പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ക്ലാസ് 4 EVSൻ്റെ 18th ചാപ്റ്റർ ടു മച്ച് വാട്ടർ ടു ലിറ്റിൽ വാട്ടർ എന്ന ലെസണാണ്. ടു മച്ച് വാട്ടർ എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം, ടു ലിറ്റിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് വെള്ളം. വാട്ട് ടു ഡ്രിങ്ക് എന്താണ് കുടിക്കാൻ? നല്ലമട, ആന്ധ്രാപ്രദേശിൽ നല്ലമട എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. സുഗുണ വാസ് റീഡിങ് ഹെർ ബുക്ക്. സുഗുണ എന്ത് ചെയ്യായിരുന്നു? അവളുടെ ബുക്ക് വായിക്കുകയായിരുന്നു. വെൻ ഷീ ഹേർഡ് someone at the door, she saw that there was a visitor from the city. അവൾ ആരോ വാതിൽക്കൽ വന്ന് അറിഞ്ഞു. നോക്കിയപ്പോൾ സിറ്റിയിൽ നിന്ന് വന്ന ഒരു സന്ദർശകൻ, ഒരാൾ വന്നിട്ടുണ്ട് സിറ്റിയിൽ നിന്ന്. അപ്പ വെൽക്കം ദ ഗസ്റ്റ്. അപ്പ മീൻസ് ഫാദർ ആ അതിഥിയെ സ്വീകരിച്ചു അല്ലേ, നമ്മളും അങ്ങനെ. ഹി ടോൾഡ് സെൽവ ടു ബ്രിങ് എ കൂൾ ഡ്രിങ്ക് ഫോർ ഹിം. പപ്പ എന്ത് ചെയ്തു? സെൽവനോട് പറഞ്ഞു പെട്ടെന്ന് കുറച്ച് തണുത്ത വെള്ളം എടുക്കാൻ. ദ ഗസ്റ്റ് സെഡ്, ഐ ഡു നോട്ട് ടേക്ക് കോൾഡ് ഡ്രിങ്ക്സ്, ഐ വിൽ ജസ്റ്റ് ഹാവ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ആ വന്ന വിസിറ്റർ പറഞ്ഞു, വേണ്ട കോൾഡ് ഡ്രിങ്ക്സ് എനിക്ക് വേണ്ട, എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം തന്നാൽ മതി. നമ്മളാണേ പറയും കൂൾ ഡ്രിങ്ക്സ് മതി എന്നല്ലേ. അപ്പ സെഡ്, ദീസ് ഡേയ്സ് വി ആർ നോട്ട് ഗെറ്റിംഗ് വാട്ടർ ദാറ്റ് ഈസ് ഫിറ്റ് ഫോർ ഡ്രിങ്കിങ്. സുഗുണയുടെ ഫാദർ പറയാണ്, ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ദിവസമായിട്ട് എന്താണ് നല്ല വെള്ളം കുടിക്കാൻ കിട്ടുന്നതേ ഇല്ല. ഇറ്റ് ഡസ് നോട്ട് ഈവൻ ലുക്ക് ക്ലീൻ. കണ്ടാൽ പോലും ഒട്ടും തന്നെ വൃത്തിയില്ല. ഇറ്റ് വുഡ് ബി ബെറ്റർ ഇഫ് യു ഡു നോട്ട് ഡ്രിങ്ക് ദിസ് വാട്ടർ. അതിലും നല്ലത് താങ്കൾ ഈ വെള്ളം കുടിക്കാതിരിക്കുന്നതാണെന്ന് സുഗുണയുടെ ഫാദർ വിസിറ്ററിനോട് പറയുകയാണേ. വി ഡു നോട്ട് ഹാവ് എ ചോയ്സ്, സോ വി ഡ്രിങ്ക് ഇറ്റ്. ഞങ്ങൾക്കാണെങ്കിൽ വേറെ യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട്, മറ്റൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ട് ഇത് കുടിക്കുകയാണ്. ഡിസ്കസ് ഹൗ ക്യാൻ അൺക്ലീൻ ഓർ ഡോട്ടി വാട്ടർ ഹാം അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ ഈ വൃത്തിയില്ലാത്ത വെള്ളം എന്തൊക്കെ ഉപദ്രവങ്ങൾ അല്ലെ അപകടങ്ങൾ ഉണ്ടാക്കും? ഹാം എന്ന് പറഞ്ഞാൽ അപകടങ്ങൾ ഉണ്ടാക്കും. അവർ ബോഡി ക്യാൻ ഗെറ്റ് മെനി ഡിസീസസ് ബിക്കോസ് ഓഫ് ഡോട്ടി വാട്ടർ. വൃത്തിയില്ലാത്ത വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങൾ വരും നമുക്ക്. ഹാവ് യു എവർ ഗെറ്റ് ഡോട്ടി ഓർ അൺക്ലീൻ വാട്ടർ ഇൻ യുവർ ഏരിയ? വാട്ട് വാസ് ദ റീസൺ ഫോർ ഇറ്റ്? നിങ്ങളുടെ നാട്ടിൽ അല്ലെ നിങ്ങളുടെ വീടിനടുത്ത് ഇതുപോലെ വൃത്തിയില്ലാത്ത വെള്ളം വരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് കാരണം എന്താ? ഓഫൺ ഡേർട്ടി വാട്ടർ കംസ് ഇൻ ദ ടാപ്പ് ബിക്കോസ് ഓഫ് ലീക്കേജ് ഓഫ് പൈപ്പ് ലൈനിലുണ്ടാകുന്ന ലീക്കേജ് എന്ന് പറഞ്ഞാൽ ചെറിയ വിള്ളലുകൾ, പൊട്ടലുകൾ കൊണ്ട് വെള്ളം അഴുക്കാറുണ്ട്, മണ്ണൊക്കെ അതിനകത്തേക്ക് കയറും. ഡു യു നോ എനിവൺ ഹു ഹാസ് ഫോളൻ സിക്ക് ബിക്കോസ് ഓഫ് സച്ച് വാട്ടർ? ടോക്ക് അബൌട്ട് ദിസ്. ആരെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ആൾക്കാർ ഇതുപോലെ വൃത്തികെട്ട വെള്ളം കുടിച്ച് അസുഖമായിട്ടുണ്ടോ? യെസ്, ഐ നോ സം ഓഫ് ദം. വൺ ഓഫ് മൈ ഫ്രണ്ട് ഹാഡ് ഫോളൻ സിക്ക് ബിക്കോസ് ഓഫ് ഡേർട്ടി ആൻഡ് അൺക്ലീൻ വാട്ടർ. ഈ വൃത്തികെട്ട വെള്ളം കുടിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ അസുഖം വന്നു. When the guests came to Sugna's house, they offered him cold drink. ഗസ്റ്റ് സുഗുണയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അവർ തണുത്ത വെള്ളമാണ് കുടിക്കാൻ പറഞ്ഞത്. ബിക്കോസ് ദേ തോട്ട് ഹി ഷുഡ് നോട്ട് ഡ്രിങ്ക് സച്ച് വാട്ടർ. അവർ വിചാരിച്ച എന്താണ്? അതുപോലത്തെ വെള്ളം അദ്ദേഹം കുടിക്കത്തില്ലെന്ന്. വാട്ട് ഡു യു തിങ്ക് സുഗുണാസ് ഫാമിലി മസ്റ്റ് ബി ഡൂയിങ് ഫോർ ദെയർ ഓൺ ഡ്രിങ്കിങ് വാട്ടർ? ഈ സുഗുണയുടെ ഫാമിലി ഇത്ര മോശം വെള്ളമാണ് അവരുടെ വീട്ടിലേക്ക് വരുന്നത്. അവർക്ക് കുടിക്കാൻ അവരെന്തായിരിക്കും ചെയ്യുന്നത് ആ വെള്ളം? സുഗുണാസ് ഫാമിലി മസ്റ്റ് ബി ബോയിലിംഗ് ആൻഡ് ഫിൽറ്ററിങ് ദ വാട്ടർ ടു മേക്ക് ഇറ്റ് ക്ലീൻ. അത് ക്ലീനായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുന്നത്? അത് ബോയിൽ ചെയ്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ അരിച്ചെടുക്കും. ബോയിൽ ചെയ്ത് അരിച്ചെടുത്താണ് കുടിക്കുന്നത്. നമ്മുടെ വീടുകളിലും ചിലത് ഈ വേനൽ സമയമാകുമ്പോൾ ഇച്ചിരി മണ്ണ് കലർന്ന വെള്ളം ചില സ്ഥലങ്ങളിലൊക്കെ വരും. അങ്ങനെയുള്ളപ്പോഴും ഇതുപോലെ തന്നെ ബോയിൽ ചെയ്ത് നമ്മൾ ഫിൽറ്റർ ചെയ്താണ് കുടിക്കുന്നത്. ദ ഗസ്റ്റ് സെഡ് ഹി ഡിഡ് നോട്ട് ടേക്ക് കോൾഡ് ഡ്രിങ്ക്സ്. വൈ ഡു യു തിങ്ക് ഹി സെഡ് ദാറ്റ്? അദ്ദേഹം അതിഥി വന്നപ്പം പറഞ്ഞു, ഞാൻ തണുത്ത വെള്ളം കുടിക്കത്തില്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? കോൾഡ് ഡ്രിങ്ക് മേ കോസ് ട്രബിൾ ഇൻ യുവർ ബോഡി. തണുത്ത വെള്ളം നമ്മുടെ ശരീരത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും. കീപ്പിംഗ് ദിസ് ഇൻ മൈൻഡ് ദ ഗസ്റ്റ് റെഫ്യൂസ് ടു ടേക്ക് കോൾഡ് ഡ്രിങ്ക്സ്. അതുകൊണ്ടാണ് അദ്ദേഹം റെഫ്യൂസ് എന്ന് വെച്ചാൽ നിരസിക്കുക, ആ തണുത്ത വെള്ളം നിരസിക്കാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്ന് വിചാരിച്ചു. ബാസാർഗോൺ, മഹാരാഷ്ട്രയിലെ ബാസാർഗോൺ എന്ന് പറയുന്ന സ്ഥലമാണ്. നമ്മളിപ്പം ആന്ധ്രാപ്രദേശ് എന്ന് പറയുന്ന സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു ആദ്യം അല്ലേ. ഇതാണ് ആന്ധ്രാപ്രദേശ്. ഇപ്പം നമ്മൾ പറയുന്ന മഹാരാഷ്ട്രയെക്കുറിച്ചാണ്.
ഈ 2 സ്ഥലങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. There was a big water park near Bazargon. ബാസർഗോണിൽ ഒരു വലിയ വാട്ടർ പാർക്ക് ഉണ്ട്. And one day Rohan and Reena went with their parents to the water park. ഒരു ദിവസം എന്ത് ചെയ്തു? റോഹനും റീനയും കൂടെ ആ വാട്ടർ പാർക്കിലേക്ക് പോയി. വിത്ത് ദെയർ പാരൻസ്, അവരുടെ രക്ഷിതാക്കളുടെ കൂടെ, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ. There were many water fountains. Reena said, "Look, Rohan, there are so many rides in the water." നോക്കിക്കേ, എന്തുമാത്രം റൈഡ്സ് ആണ് ഈ വാട്ടറിൽ കാണുന്നത് അല്ലേ? വെള്ളത്തിലേക്ക് ചാടുന്ന പലതരം വലിയ റൈഡ്സ് ഉണ്ട് അല്ലേ, സ്ലൈഡ്സ് പോലെ. ആൻഡ് ലുക്ക് ഓൾ ദീസ് ബിഗ് പോൺസ്, വലിയ കുളങ്ങളും ഉണ്ട്. റോഹൻ സെഡ്, "Splash, splash, splash." Both turned around. They saw a long, thick water hose going zoom, zoom, zoom. നോക്കി, നിങ്ങൾ വാട്ടർ പാർക്കിൽ പോകുന്നുണ്ടെങ്കിൽ കാണാം അല്ലേ, എല്ലാവരും സ്ലൈഡിൽ കൂടെ വന്ന് വെള്ളത്തിലേക്ക് വന്ന് സ്പ്ലാഷ്, സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ വെള്ളം തെറിച്ച് മുകളിലേക്ക് പോകുന്നു അല്ലേ. ഇങ്ങനെ ഇതുപോലെ സ്ലൈഡിലേക്ക് ഊർന്നു വന്ന് ഈ വലിയ വെള്ളത്തിലേക്ക് ബ്ലും എന്ന് വീഴും. Children were sliding down the big tall slide and landing in water with a loud splash. ഇങ്ങനെ കുട്ടികൾ ഈ സ്ലൈഡിലൂടെ നിരങ്ങി വന്ന് ഈ വലിയ പോണ്ടിലേക്ക് വന്ന് വീണ് സ്പ്ലാഷ് ചെയ്യുക, വെള്ളം തെറിക്കുകയാണ്. റോഹൻ got into swing high above. Within a second he was landed in the water. Reena gave a shriek of surprise. ഇനി ഇതുപോലെ വലിയ ഒരു റോഹൻ കയറിയത് ഒരു വലിയ മുകളിൽ ഊഞ്ഞാല് പോലെയുള്ള ഒരു വലിയ സ്ലൈഡിലായിരുന്നു. അതിലൂടെ അവൻ എന്ത് ചെയ്തു? വിതിൻ സെക്കൻഡ് ഇതുപോലെ വലിയൊരു വെള്ളത്തിലേക്ക് വന്ന് വീണു. റീനാണ് വളരെ സന്തോഷമുണ്ടായില്ല, അത്ഭുതത്തോടെ ശബ്ദം ഉണ്ടാക്കി. നമ്മളും വാട്ടർ പാർക്കിൽ പോകുമ്പോൾ അങ്ങനെയാണ്, അലച്ച് വിളിച്ചല്ലേ ശബ്ദം ഉണ്ടാക്കുക. ജസ്റ്റ് ദെൻ ദേ ഹേർഡ് എ ലോട്ട് ഓഫ് നോയ്സ് ആൻഡ് ലൗഡ് വോയിസസ് ഫ്രം ഔട്ട്സൈഡ് ദ പാർക്ക്. ആ സമയത്താണ് പാർക്കിന് വെളിയിൽ വലിയൊരു ശബ്ദം കേൾക്കുന്നു. എവരിവൺ ran towards the മെയിൻ ഗേറ്റ്. അവരെല്ലാവരും കൂടെ ആ പാർക്കിൻ്റെ മെയിൻ ഗേറ്റ്, ആ വലിയ വാതിലിലേക്ക് ഓടിച്ചെന്നു. There was a crowd people. ഓരോ കൂട്ടം ആൾക്കാർ അവിടെ നിൽക്കുന്നു. ക്യാരിങ് empty buckets and pot. അവരുടെ എല്ലാം കയ്യിൽ ബക്കറ്റും പോട്ടും ഉണ്ടായിരുന്നു. അതിനകത്ത് വെള്ളമൊന്നുമില്ല. empty means ശൂന്യമായ, ഒന്നുമില്ലാത്ത. A small child carrying an empty bottle was clinging to his mother. ഒരു അമ്മയുടെ അടുത്ത് ഇങ്ങനെ ചാഞ്ഞ ഒരു കുട്ടിയും ഉണ്ടായിരുന്നു. അതിൻ്റെ കയ്യിലും ഒരു ബോട്ടിലുണ്ടായിരുന്നു, അതിനകത്തും വെള്ളമില്ല. റോഹൻസ് മദർ വെൻറ്റ് ടു വൺ ഓഫ് ദ വുമൺ ഇൻ ദ ക്രൗഡ്. വാട്ട്സ് എ മാറ്റർ, ഷീ ആസ്ക്ഡ്. റോഹൻ്റെ അമ്മ അവിടെ നിന്ന് ഒരു സ്ത്രീയോട് ചോദിച്ചു, എന്താണ് കാര്യം? ദ വുമൺ റിപ്ലൈഡ് ആംഗ്രിലി. ആ വുമണിന് ഭയങ്കരമായിട്ട്, ആ സ്ത്രീക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. ഷീ ആസ്ക്ഡ്, വാട്ട് ഈസ് എ മാറ്റർ? അവർ വിൽ ഹാവ് നോ വാട്ടർ. എന്താണ് പ്രശ്നമൊന്നും? ഞങ്ങളുടെ കിണറ്റിലൊന്നും വെള്ളമില്ല. വി ഗെറ്റ് അവർ വാട്ടർ ഓൺലി വെൻ ദ ടാങ്കർ കംസ് വൺസ് ഇൻ എ വീക്ക്. ആഴ്ചയിൽ ഒരിക്കൽ വരുന്ന ടാങ്കറിൽ നിന്നാണ് ഞങ്ങൾക്ക് വെള്ളം കിട്ടുന്നത്. ടുഡേ ഈവൻ ദാറ്റ് ഹാസ് നോട്ട് കം. ഇന്നാണ് അതും വന്നില്ല. ആൻഡ് ഹിയർ ദർ ഈസ് സോ മച്ച് വാട്ടർ എവരിവെയർ. നോക്കി, ഇവിടെ ഇഷ്ടം പോലെ വെള്ളമാണ്. എവിടെ? പാർക്കിനകത്ത്. ജസ്റ്റ് ഫോർ യു ഓൾ ടു പ്ലേ ആൻഡ് എൻജോയ്. ടെൽ മീ വാട്ട് ഷുഡ് വി ഡു. നിങ്ങളിവിടെ വന്ന് ഈ വെള്ളത്തിൽ എൻജോയ് ചെയ്യുകയാണ്, രസിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ കുടിക്കാൻ വെള്ളമില്ല. റീഡ് ആൻഡ് റൈറ്റ്. ഹാവ് യു എവർ ഫേസ് എ ഷോർട്ടേജ് വാട്ടർ ടു യുവർ ഹൗസ് വെൻ. എപ്പോഴെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഈ വെള്ളത്തിന് ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്, നമ്മുടെ ആ ലെസൻ്റെ പേര് ഓർക്കുന്നുണ്ടോ? ടു മച്ച് വാട്ടർ, ടു ലിറ്റിൽ വാട്ടർ. അപ്പോൾ വാട്ടർ പാർക്കിൽ ധാരാളം വെള്ളമുണ്ട്, പക്ഷേ വെളിയിലുള്ള ആൾക്കാർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് വാട്ടറിന് ഷോർട്ടേജ് ഉണ്ടായത്? വി ഓൾവേസ് ഹാവ് ടു ഫേസ് ഷോർട്ടേജ് ഓഫ് വാട്ടർ വെൻ അവർ ദ വാട്ടർ സപ്ലൈ ഈസ് ഡിസ്റപ്റ്റഡ്. അതായത് നമുക്ക് വെള്ളം കിട്ടാതെ വരുമ്പോൾ, വാട്ടർ സപ്ലൈ ഇല്ലാതെ വരുമ്പോൾ എപ്പോഴും വെള്ളത്തിന് ഷോർട്ടേജ് വരും. വാട്ട് ഡിഡ് യു ഡു ദെൻ? അന്നേരം എന്താ നമ്മൾ ചെയ്യുന്നത്? വി ഹാവ് ടു കോൾ പ്രൈവറ്റ് വാട്ടർ ടാങ്കർ അല്ലേ. പ്രൈവറ്റ് ആയിട്ടുള്ള വാട്ടർ ടാങ്കർ നിന്നും വെള്ളം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് പൈസ കൊടുക്കും. നോക്കിയേ, ഇതുപോലെ വലിയ വലിയ സ്ലൈഡ്സ് ആണ് നമ്മൾ വാട്ടർ പാർക്കിൽ കാണുന്നത് അല്ലേ. ഹാവ് യു എവർ പ്ലേഡ് ഇൻ വാട്ടർ? വെയർ ആൻഡ് വെൻ? നിങ്ങൾ എപ്പോഴും വെള്ളത്തിൽ കളിച്ചിട്ടുണ്ടോ? യെസ്, ഐ ഹാവ് പ്ലേഡ് ഇൻ വാട്ടർ മെനി ടൈംസ്. എപ്പോഴാണ്? വെൻ എവർ ഐ വെൻ ടു മൈ ഹോം അറ്റ് വില്ലേജ്. ഗ്രാമത്തിൽ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഈ പ്ലേഡ് ഇൻ ദ റിവർ വാട്ടർ. നമ്മൾ എന്ത് ചെയ്യും? വെള്ളത്തിൽ, നദിയിലെ വെള്ളത്തിൽ കളിക്കാറുണ്ട്. ആർ ദെയർ ടൈംസ് വെൻ യു ആർ നോട്ട് അലൗഡ് ടു പ്ലേ ഇൻ വാട്ടർ?
വാട്ട് ആർ ദ റീസൺ ഫോർ ദിസ്? ചിലപ്പോഴൊന്നും വെള്ളത്തിൽ കളിക്കാൻ അമ്മമാർ സമ്മതിക്കാറില്ല. എന്താ കാര്യം എന്നറിയാമോ? വിൻ്റർ സീസൺ ഭയങ്കര തണുപ്പാണ്, നമ്മൾ വെള്ളത്തിൽ കളിച്ചാൽ പനി പിടിക്കും. റെയിനി സീസൺ സെയിം വേ അല്ലേ, ഭയങ്കര തണുപ്പാണ്, നമുക്ക് വീണ്ടും പനി പിടിക്കും. വെൻ വാട്ടർ ഈസ് ഡീപ്പ് അല്ലേ, ആഴത്തിലുള്ള വെള്ളമാണെങ്കിൽ നമ്മൾ മുങ്ങിപ്പോവും അല്ലേ. വെൻ വാട്ടർ ഈസ് ഡേർട്ടി, വെള്ളം വൃത്തികേടാണേലും അമ്മമാർ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല, അടി കിട്ടും. ദ റെസ്ട്രിക്ഷൻസ് ആർ സോ ദാറ്റ് ഐ ഡോണ്ട് സ്പോയിൽ മൈ ഹെൽത്ത് ആൻഡ് റിമെയിൻ സേഫ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ തടസ്സങ്ങൾ അമ്മ പറയാനുള്ള കാരണം എന്താ? നമ്മുടെ ഹെൽത്തിനെ കുറിച്ച് ഓർത്തിട്ടല്ലേ, നമുക്ക് അസുഖമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഹാവ് യു സീൻ വേസ്റ്റേജ് ഓഫ് വാട്ടർ ഇൻ യുവർ ഏരിയ ഡിസ്കസ്? എപ്പോഴെങ്കിലും വേസ്റ്റേജ് ഓഫ് വാട്ടർ നിങ്ങളുടെ ഏരിയയിൽ വന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏസ് എന്ന് എഴുതാം കേട്ടോ, അല്ലെങ്കിൽ നോ എന്ന് എഴുതാം. നിങ്ങളുടെ അവിടെ എന്തെങ്കിലും വേസ്റ്റേജ്, വെള്ളം വെറുതെ പോകുന്ന ഏതെങ്കിലും വാട്ടർ പാർക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഏസ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം. The water park had a lot of water to play in, but the nearby village people did not have water even to drink. കണ്ടോ, നമ്മൾ വാട്ടർ പാർക്കിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട്, പക്ഷേ അടുത്തുള്ള വില്ലേജിൽ അവർക്ക് കുടിക്കാൻ പോലും വെള്ളമില്ല. തിങ്ക് അബൌട്ട് ഇറ്റ് ആൻഡ് ഡിസ്കസ്. എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയാമോ? വാട്ടർ പാർക്സ് ആർ യൂഷ്വലി റൺ ബൈ പ്രൈവറ്റ് അതോറിറ്റീസ് അല്ലേ. വാട്ടർ പാർക്ക് സാധാരണയായി പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാർ, നല്ല പൈസ ഒക്കെ ഉള്ള ആൾക്കാരാണ് റൺ ചെയ്യുന്നത്. ആൻഡ് റൺ ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്, അതുകൊണ്ട് തന്നെ നല്ല ലാഭം അവരുണ്ടാക്കും. ബട്ട് ഇൻ ദ വില്ലേജ് വാട്ടർ ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ ഗവൺമെൻറ്. പക്ഷേ വില്ലേജിലോ ഗവൺമെൻറ്റാണ് എന്ത് ചെയ്യുന്നത്? ഈ വെള്ളമൊക്കെ ടാങ്കറിൽ കൊടുക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിന് അത്രയ്ക്ക് വലിയ ഒരു പണം മുടക്കി ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പലപ്പോഴും ഷോർട്ടേജ് ഓഫ് വാട്ടർ വരും. ഇഫ് യു ഗോ ടു വാട്ടർ പാർക്ക് ഫൈൻഡ് ഔട്ട് ഫ്രം വെയർ ദ വാട്ടർ കംസ് ടു ദ പാർക്ക്. ഈ വാട്ടർ പാർക്കിലൊക്കെ എവിടെ നിന്നാണ് വെള്ളം വരുന്നതെന്ന് അറിയാമോ? ഇപ്പം വരുന്നത് ഇഫ് വാട്ടർ കംസ് ത്രൂ പൈപ്പ് ലൈൻസ് ഇൻ ദ വാട്ടർ പാർക്കിൽ പൈപ്പ് ലൈൻസിലൂടെയാണ് വെള്ളം കിട്ടുന്നത്. ഓക്കെ, ക്യാൻ വി ഡ്രിങ്ക് ദിസ്? നമുക്ക് ഈ വെള്ളം കുടിക്കാമോ എന്നുള്ളതാണ്. കഫേ പരേഡ് മുംബൈ മഹാരാഷ്ട്രയിലെ സ്ഥലമാണ്. മഹാരാഷ്ട്രയുടെ ക്യാപിറ്റൽ സിറ്റിയാണ്. നമ്മൾ നന്ദിതയിൽ മുംബൈ പഠിച്ചപ്പോഴും പറഞ്ഞതാണ്. ഈ ലെസൺ ഒരു സിമിലാരിറ്റി ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ ലെസൺ കേട്ടപ്പോൾ മനസ്സിലായോ? അതായത് ഇത് നമ്മുടെ സിറ്റി ലൈഫുമായിട്ട്, നന്ദിത ഇൻ മുംബൈയിലെ സിറ്റി ലൈഫുമായിട്ട് ഒരു കണക്ഷനുണ്ട്. ഒപ്പം തന്നെ റിവേഴ്സ് സ്റ്റൈൽ പറഞ്ഞു ഓർക്കുന്നുണ്ട്, അവിടെയും നമ്മൾ വാട്ടർ പൊല്യൂഷൻ, അതായത് വെള്ളം വൃത്തികേടാകുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ. ഈ രണ്ട് ലെസണുമായിട്ടും ഈ ലെസണിന് ഒരു ചെറിയ സാമ്യമുണ്ട്. ദ ലിഫ്റ്റ് സ്റ്റോപ്ഡ് അറ്റ് ദ 26th floor. ലിഫ്റ്റ് 26ാമത്തെ ഫ്ലോറിലാണ് നിന്നത്. ദീപക് ലവ്സ് ഗോയിങ് ടു ദ ലിഫ്റ്റ്. ദീപക്കിന് വലിയ ഇഷ്ടമാണ് ലിഫ്റ്റിൽ പോകാൻ. ടുഡേ വാസ് എ ഹോളിഡേ ഇൻ സ്കൂൾ. സ്കൂളിൽ ഇന്ന് ഹോളിഡേ ആയിരുന്നു. ദീപക് ഹാഡ് ഗോൺ വിത്ത് ഹിസ് മദർ ടു റസിയമാഡ് ഹൗസ്. റസിയ മാഡത്തിൻ്റെ ഹൗസിലേക്ക് ദീപക് അവൻ്റെ അമ്മയോടൊപ്പം പോവുകയാണ്. ഹിസ് മദർ വർക്ക് ദെയർ. അമ്മ റസിയ മാഡത്തിൻ്റെ വീട്ടിലാണ് ജോലി ചെയ്യുന്നത്. ഹൗസ് വാസ് ക്വൈറ്റ് ആൻഡ് കൂൾ. ആ വീട് വളരെ ശാന്തവും തണുപ്പുള്ളതുമായിരുന്നു. ആൻഡ് ഷൈനിങ് ക്ലീൻ, അതുപോലെ നല്ല തിളങ്ങുന്ന വൃത്തിയും. റസിയ വാസ് റീഡിങ് ന്യൂസ് പേപ്പർ. റസിയ എന്ത് ചെയ്യുമായിരുന്നു? ഒരു ന്യൂസ് പേപ്പർ വായിക്കുമായിരുന്നു. ഷീ സ്മൈൽഡ് വെൻ ഷീ സോ ദീപക്. ദീപക്കിനെ കണ്ടപ്പോൾ റസിയ മാഡം ചിരിച്ചു. ഈസ് ഇറ്റ് എ ഹോളിഡേ ടുഡേ? ഷീ ആസ്ക്ഡ്. ഇന്ന് അവധിയാണോ? ദീപക്കിനോട് റസിയ മാം ചോദിച്ചു. ഷീ സ്വിച്ച്ഡ് ഓൺ ദ TV ആൻഡ് ദീപക് വാസ് സോ ലോസ്റ്റ് ഇൻ ദ വേൾഡ് ഓഫ് കാർട്ടൂൺ. റസിയ മാം എന്ത് ചെയ്തു? TV ഓൺ ചെയ്ത് കൊടുത്തു. ദീപക് ഉടൻ തന്നെ കാർട്ടൂണിൻ്റെ ലോകത്തേക്ക് പോയി. നമ്മളും അങ്ങനെ അല്ലേ, TVയുടെ മുന്നേ നിന്ന് പിന്നെ ഒന്നും അറിയത്തില്ല. റസിയ കൂൾഡ് ഔട്ട്. പുഷ്പ, ഇറ്റ് സേസ് ഇൻ ദ ന്യൂസ് പേപ്പർ ദാറ്റ് ദ ഗട്ടർ വാട്ടർ ഹാസ് ഗോട്ട് മിക്സ്ഡ് വിത്ത് ദ വാട്ടർ ഇൻ ദ ഡ്രിങ്കിങ് വാട്ടർ പൈപ്സ്. വേസ്റ്റേജ് ലൈൻ, വേസ്റ്റ് വാട്ടർ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പൈപ്പ് ലൈനുമായിട്ട് മിക്സായി എന്ന് ന്യൂസ് പേപ്പറിലുണ്ട്. ഇൻ ദിസ് ഏരിയ ഇറ്റ് സേസ് ദാറ്റ് മെനി പീപ്പിൾ ആർ സിക്ക്. അതുകൊണ്ട് തന്നെ പല ആൾക്കാർക്കും അസുഖമാണ്. ഈ വേസ്റ്റ് വാട്ടർ എന്ത് പറ്റി? നല്ല വെള്ളവുമായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീടുകളിലേക്ക് പലപ്പോഴും വേസ്റ്റേജ് ഓഫ് ലൈനും ഭൂമിക്കടി കൂടെ അല്ലേ, ഈ വേസ്റ്റ് വാട്ടർ സീവേജ് ലൈൻസ്, ഈ വേസ്റ്റ് വാട്ടർ ലൈൻസും ഭൂമിക്കടി കൂടാണ്. അതുപോലെ ഡ്രിങ്കിങ് വാട്ടർ ലൈൻസും ഭൂമിക്കടി കൂടെ. ഈ വേസ്റ്റ് വാട്ടർ പോകുന്ന പൈപ്പ് ബൈ മിസ്റ്റേക്ക് ലീക്കേജ് വല്ലതും ആയിക്കഴിഞ്ഞാൽ ഡ്രിങ്കിങ് വാട്ടർ പൈപ്പും എന്തെങ്കിലും പറ്റി ലീക്കേജോ വല്ലതും പൊട്ടിയോ വല്ലതും പോയിട്ടുണ്ട്, ഇത് തമ്മിൽ മിക്സ് ആവും. അങ്ങനെ ആയാലും ഭയങ്കര, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, വേസ്റ്റ് വാട്ടറാണ് എല്ലാവരുടെയും വീടുകളിലേക്ക് ചെല്ലുന്നത്. സോ സം പീപ്പിൾ ഗോട്ട് ഡയറിയ ആൻഡ് വോമിറ്റിംഗ് ബിക്കോസ് ഓഫ് ദിസ്.
പല ആൾക്കാർക്കും ആ ഏരിയയിലുള്ളവർക്ക് ഡയറിയയും വോമിറ്റിങ്ങും വന്നിട്ടുണ്ട്. വൈ ഡോണ്ട് യു ത്രോ എവേ ദ വാട്ടർ ദാറ്റ് വാസ് ഫിൽഡ് യെസ്റ്റർഡേ? ഇന്നലെ, യെസ്റ്റർഡേ മീൻസ് ഇന്നലെ ഫില്ല് ചെയ്തിരിക്കുന്ന വെള്ളം എന്ത് ചെയ്യണം? നീ ത്രോ ചെയ്ത് ഒഴിച്ച് കളയുക. പുട്ട് സം ഫ്രഷ് വാട്ടർ ടു ബോയിൽ, എന്നിട്ട് കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെക്കുക. ഫോർ ഡ്രിങ്കിങ്, എന്തിനാണ്? യെസ്, വെള്ളം കുടിക്കാൻ. ഓൾസോ ടേക്ക് ഹോം സം ബോയിൽഡ് വാട്ടർ ഫോർ യുവർ ഫാമിലി. നിൻ്റെ വീട്ടിലേക്കൂടെ എന്ത് ചെയ്തു? തിളപ്പിച്ച വെള്ളത്തെ കുറച്ച് കൊണ്ടുപോകും. ദീപക് വാസ് ഹാപ്പി ടു ഹിയർ ദിസ്. ദീപകിന് ഭയങ്കര സന്തോഷമായി. ഹി തോട്ട്, അറ്റ്ലീസ്റ്റ് ടുഡേ ഐ വിൽ നോട്ട് ഹാവ് ടു സ്റ്റാൻഡ് ഇൻ എ ക്യൂ ഫോർ ഹവേഴ്സ് ടു ഗെറ്റ് വാട്ടർ ഫോർ അവർ ഹൗസ്. ഇറ്റ്സ് എ റിയലി ഹോളിഡേ ഫോർ മീ. ദീപകിന് വലിയ സന്തോഷമായി. ഇല്ലെങ്കിൽ അവൻ പോയി ക്യൂവിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് വരണമായിരുന്നു. ഇപ്പം വെള്ളം കുടിക്കാൻ റസിയമ്മ തരുന്നതുകൊണ്ട് അവന് ഇന്ന് ശരിക്കും ഹോളിഡേ. അവന് വെള്ളം എടുക്കാൻ ക്യൂവിൽ പോയി നിൽക്കണ്ട. നമ്മളിപ്പം കണ്ടു റസിയമ്മ താമസിക്കുന്ന ഏരിയയിൽ കുറേ ആൾക്കാർക്ക് അസുഖം വന്നു എന്നുള്ളത് അല്ലേ. ഡ്രിങ്കിങ് ഡേർട്ടി വാട്ടർ കോസസ് സോ മെനി ഡിസീസസ് ലൈക്ക് ഡയറിയ, അതിസാരമല്ലേ വയറിളക്കം എന്ന് പറയും, വോമിറ്റിംഗ്, ഛർദിൽ, ജോണ്ടിസ്, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, ഹൈ ഫീവർ എന്നാണ് ടൈഫോയിഡ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഉണ്ടാകും. ഇനിയും ഇത് ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു? ഡ്രിങ്കിങ് ഡേർട്ടി വാട്ടർ അല്ലേ, വൃത്തിയായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ആണെങ്കിൽ വെള്ളം വൃത്തിയായിട്ടായിരിക്കാൻ എന്ത് ചെയ്യണം? വി ക്യാൻ കീപ്പ് അവർ വാട്ടർ ബൈ കവറിങ് ദ പോട്ട്സ് കണ്ടെയ്നിങ് വാട്ടർ, അതായത് പോട്ട്സ്, വെള്ളമുള്ള പോട്ട്സ് കവർ ചെയ്ത് വെക്കണം. ബോയിൽ ദ വാട്ടർ ബിഫോർ ഡ്രിങ്കിങ്, വെള്ളം കുടിക്കുന്നതിന് തിളപ്പിക്കണം. യൂസ് ക്ലോറിൻ ടാബ്ലറ്റ് ഫോർ ക്ലീനിങ് വാട്ടർ, അതായത് ക്ലോറിൻ ടാബ്ലറ്റ് നമുക്ക് കിട്ടും മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. അത് വാങ്ങിച്ച് വെള്ളത്തിലിട്ടാലും എന്താവും? അത് നമുക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന രീതിയിലാവും. ഡോണ്ട് വാഷ് ക്ലോത്ത്സ് ഓർ യൂട്ടൻസിൽസ് നിയർ ഡ്രിങ്കിങ് വാട്ടർ, അതായത് നമ്മൾ വെള്ളം കുടിക്കാൻ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ സൈഡിൽ നിന്ന് പാത്രം കഴുകുകയോ ഒന്നും തുണി നനയ്ക്കുകയോ ഒന്നും ചെയ്യില്ല. ഡോണ്ട് അലോ വേസ്റ്റ് വാട്ടർ ലൈൻസ് ടു മിക്സ് ഡ്രിങ്കിങ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടറും വേസ്റ്റ് ലൈനും തമ്മിൽ മിക്സ് ആകാതെ ശ്രദ്ധിക്കണം. വൈ വാസ് റസിയ വറീഡ് വെൻ ഷീ റീഡ് ദ ന്യൂസ് പേപ്പർ വായിച്ചപ്പോൾ റസിയ എന്തുകൊണ്ടാണ് വറീഡ് ആയത്? വളരെയധികം പരിഭ്രമിച്ചത്, പേടിച്ചത്. വാട്ടർ ഗോട്ട് ഡേർട്ടി ആൻഡ് അൺക്ലീൻ ബിക്കോസ് വാട്ടർ ഫ്രം ദ ഗട്ടർ വാസ് മിക്സ്ഡ് ഇൻ വാട്ടർ പൈപ്പ്. എന്താണ്? സീവേജ് ലൈൻ അല്ലെങ്കിൽ വേസ്റ്റ് വാട്ടർ ലൈനും പൈപ്പ് ലൈനും ഡ്രിങ്കിങ് വാട്ടർ ലൈനും തമ്മിൽ എന്തായി? മിക്സായിപ്പോയി, വെള്ളം മിക്സായിപ്പോയി. അതാണ് റസിയയെ വറിയാക്കിയത്. റസിയ ആസ്ക്ഡ് ദാറ്റ് ഓൾ ദ വാട്ടർ ദാറ്റ് വാസ് ഫിൽഡ് ഇൻ ദ പ്രീവിയസ് ഡേ ഷുഡ് ബി ത്രോൺ. കുഡ് ദിസ് വാട്ടർ ഹാസ് ബീൻ യൂസ്ഡ് ഫോർ സംതിങ് എൽസ്? വാട്ട് കൈൻഡ് ഓഫ് തിങ്സ്? ഇനിയും ചോദിക്കുന്നത്, പുഷ്പ വെള്ളം എടുത്ത് കളയാൻ പറഞ്ഞില്ല റസിയ തലേ ദിവസത്തെ. ഈ വെള്ളം എന്തിനേലും വേറെ യൂസ് ചെയ്യാൻ പറ്റുമോ? യെസ്, ദാറ്റ് വാട്ടർ കുഡ് ബി യൂസ്ഡ് ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, വെഹിക്കിൾസ് ആൻഡ് ഫോർ വാട്ടറിങ് ദ പ്ലാന്റ്സ് അല്ലേ. തുണി കഴുകാൻ ഉപയോഗിക്കാം, വാഹനങ്ങൾ കഴുകാൻ ഉപയോഗിക്കാം, വെള്ളം ചെടികൾക്ക് ഒഴിക്കാം. ഇൻ വാട്ട് വേ ഡിഡ് ഷീ പ്ലാൻ ടു ക്ലീൻ ദ വാട്ടർ? എങ്ങനെയാണ് വെള്ളം വൃത്തിയായിട്ടെടുക്കാൻ റസിയമ്മ പറഞ്ഞത്? ഷീ പ്ലാൻ ടു ബോയിൽ വാട്ടർ ടു മേക്ക് ഇറ്റ് ക്ലീൻ, വെള്ളം തിളപ്പിച്ച് ഉപയോഗിക്കാനാണ് പറഞ്ഞത്. ഡു യു നോ ഓഫ് ഡിഫറെൻറ്റ് വേസ് ടു ക്ലീൻ ദ വാട്ടർ? ഡിസ്കസ് ദം. നിങ്ങൾക്കറിയാമോ വേറെ ഏതെങ്കിലും തരത്തിൽ വെള്ളം ക്ലീൻ ചെയ്യുന്നത്? ഏതൊക്കെയാണ്? വാട്ടർ ക്യാൻ ബി ക്ലീൻ ബൈ ഫിൽറ്ററിങ്, അരിച്ചെടുക്കാം. ആൻഡ് ആഡിങ് ക്ലോറിൻ ടാബ്ലറ്റ്സ്, ഞാൻ പറഞ്ഞില്ലേ ക്ലോറിൻ ടാബ്ലറ്റ്സ് ഉപയോഗിക്കാം. ബൈ ആഡിങ് ആലം, ക്ലോറിൻ ടാബ്ലറ്റ്സ് ആണ്, അല്ലെങ്കിൽ ആലം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ക്ലോറിൻ പൗഡർ. ബൈ ഫിൽറ്ററിങ് ആൻഡ് മിക്സിങ് ക്ലോറിൻ ടാബ്ലറ്റ്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ക്ലോറിൻ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഈ ക്ലോറിൻ പൗഡർ യൂസ് ചെയ്തിട്ട് നമ്മൾ അത് മിക്സ് ചെയ്ത് അത് അടിയാൻ വെക്കും. മീൻസ് അത് ഈ ചെറിയ ചെറിയ തരിയായിട്ടുണ്ടെങ്കിൽ അത് അടിഞ്ഞിട്ട് അതിന് മുകളിൽ തെളിഞ്ഞ വെള്ളം വരും. അങ്ങനെ തെളിഞ്ഞ് വരുമ്പോഴാണ് ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സപ്പോസ് റസിയ ഹാഡ് നോട്ട് റീഡ് ദ ന്യൂസ് ആൻഡ് എവറി വൺ ഹാഡ് ഡ്രങ്ക് ദ വാട്ടർ വിത്തൗട്ട് ബോയിലിംഗ് ഇറ്റ്, വാട്ട് വുഡ് ബി ഹാപ്പൻഡ്? ഇനി റസിയ അമ്മ ആ പേപ്പർ വായിച്ചില്ലായിരുന്നെങ്കിലോ ആ വെള്ളം എല്ലാവരും കുടിച്ചേനെ. ഹാഡ് ദേ ഡ്രങ്ക് വാട്ടർ വിത്തൗട്ട് ബോയിലിംഗ് ആൻഡ് മോസ്റ്റ് ഓഫ് ദം വുഡ് ഫോളൻ സിക്ക്. എന്ത് പറ്റിയേനെ? ഒരു ലാസവും പിടിച്ചേനെ അല്ലേ. Where Deepak lives, everyone has to stand in queue to fill water from common public tap. Rasia's house water comes all the day in the tap. Why is this? ദീപക് താമസിക്കുന്നിടത്ത് ക്യൂവിൽ നിൽക്കണം വെള്ളം കിട്ടണേൽ. പക്ഷെ റസിയയുടെ അവിടെ എന്നും വെള്ളം ഉണ്ടായിരുന്നു. എന്താ കാര്യം? Yes, I read news about the water in yes here. Deepak
ലീവ്സ് ഇൻ ദ സ്ലം ഏരിയ. എന്താണ്? ദീപക് എവിടെയാണ്? സ്ലം ഏരിയ, ചേരി പ്രദേശത്താണ് താമസിക്കുന്നത്. ഇൻ റസിയാസ് ഹൗസ് വാട്ടർ കംസ് ഓൾ ദ ഡേ ഫ്രം ഓവർ ഹെഡ് ടാങ്ക്. പക്ഷേ റസിയയുടെ വീട്ടിൽ എന്നും വെള്ളം ടാങ്കിൽ നിന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, റസിയ റീഡ് ന്യൂസ് അബൌട്ട് ദ വാട്ടർ ഇൻ ദ ന്യൂസ് പേപ്പർ. ഹാവ് യു റീഡ് ദ ന്യൂസ് അബൌട്ട് ദ വാട്ടർ ഇൻ ന്യൂസ് പേപ്പർ? വാട്ട് കൈൻഡ് ഓഫ് ന്യൂസ്? ഇനിയും റസിയ ഇതുപോലെ ന്യൂസ് കണ്ടു. നിങ്ങൾ അതുപോലത്തെ ന്യൂസ് വല്ലതും കണ്ടിട്ടുണ്ടോ? യെസ്, ഐ റീഡ് ന്യൂസ് അബൌട്ട് ദ വാട്ടർ ഇൻ ന്യൂസ് പേപ്പേഴ്സ്. ദാറ്റ് വാസ് റിഗാർഡിംഗ് ഷോർട്ടേജ് ഓഫ് വാട്ടർ, ഷോർട്ടേജ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, റിഗാർഡിംഗ് പൊല്യൂഷൻ ഓഫ് വാട്ടർ, റിഗാർഡിംഗ് കൺസർവേഷൻ ഓഫ് വാട്ടർ. അല്ലേ? ഞാൻ ഏതൊക്കെ രീതിയിലുള്ള ന്യൂസാണ് പേപ്പറിൽ കണ്ടിട്ടുള്ള വെള്ളത്തിനെ സംബന്ധിച്ച്? വെള്ളം ഷോർട്ടേജിനെ കുറിച്ച്, വെള്ളം കിട്ടാനില്ലായ്മ, പിന്നെ വെള്ളത്തിന് പൊല്യൂഷൻ മീൻസ് ഡയർട്ടി ആവുന്നു, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കൺസർവേഷൻ ഓഫ് വാട്ടർ, വെള്ളം എങ്ങനെയാണ് സംരക്ഷിക്കുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ലുക്ക് ത്രൂ ദ ന്യൂസ് പേപ്പേഴ്സ് ഓഫ് ദ ലാസ്റ്റ് 1 month. ലുക്ക് ഫോർ ഓൾ ന്യൂസ് ഐറ്റംസ് റിലേറ്റഡ് ടു ദ വാട്ടർ. കട്ട് ദ ഔട്ട്. സ്റ്റിക്ക് ഓൾ ദ cuttings together to big paper to make a big collage and talk about what you have collected, discuss. ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഈ മാസം ന്യൂസ് പേപ്പറിൽ വന്ന പല പല വാർത്തകൾ ഒരുമിച്ച് ഒട്ടിച്ചെടുക്കുക ഒരു വലിയ പേപ്പറിലേക്ക്. ഇത് നമ്മൾ കൊളാഷ് എന്നാണ് പറയുന്നത്. ഹാവ് യു എവർ സഫേർഡ് ഫ്രം ഡയറിയ ഓർ വോമിറ്റിംഗ്? എപ്പോഴെങ്കിലും ഡയറിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിസാരം അല്ലെങ്കിൽ വയറിളക്കം എന്ന് പറയും. വോമിറ്റിംഗ്, ഛർദി. ഹൗ ഡിഡ് യു ഫീൽ? നിങ്ങൾക്ക് എങ്ങനെ തോന്നിയിട്ടുണ്ട്? ഭയങ്കര ക്ഷീണം തോന്നിയിട്ടുണ്ടല്ലേ? വെൻ വി ഹാവ് ഡയറിയ വോമിറ്റിംഗ് വി ലോസ് ലോട്ട് ഓഫ് വാട്ടർ ഫ്രം ദ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വെള്ളം നഷ്ടപ്പെടും വയറിളക്കവും ഛർദിലൊക്കെ വന്നാൽ. ദിസ് ക്യാൻ ബി ഡേഞ്ചറസ്. വളരെ അപകടകരമാണ്. ഇഫ് വി ഡു നോട്ട് ടേക്ക് കെയർ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപ്പാടെ പ്രശ്നം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് വി മേക്ക് ഫോർ ദ വാട്ടർ ഫോർ ദ ലോസ് ഫ്രം അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വെള്ളം, അത് ഛർദിലൂടെ ആയാലും വയറിളക്കത്തിലൂടെ, അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് തിരികെ കൊടുക്കണം. വി ഷുഡ് ഡ്രിങ്ക് ലോട്ട് ഓഫ് വാട്ടർ വെൻ ദിസ് ഹാപ്പൻസ്. അതിനെന്താ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം. അതിന് സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്നത് ORS ആണ്. ORS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയുമ്പോൾ ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ. ഇത് നമുക്ക് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും ORSൻ്റെ പാക്കറ്റ് കിട്ടും. അത് നമ്മൾ വെള്ളത്തിൽ കലക്കി കുടിച്ചാൽ മതി. ഡയറിയയും വോമിറ്റിങ്ങും ഒക്കെ ഉള്ളവർക്ക് അത് വളരെ നല്ലതാണ്. വി ഷുഡ് ഓൾസോ മിക്സ് സം സോൾട്ട് ആൻഡ് ഷുഗർ ഇൻ ദ വാട്ടർ. നമ്മൾ ധാരാളം വെള്ളം കുടിക്കണം വോമിറ്റിങ്ങും ഡയറിയും ഒക്കെ വന്നാൽ. പക്ഷേ അതിനകത്ത് അല്പം സോൾട്ടും ഷുഗറും ഇടണം. ഫോർ ദീസ് മിക്സ് 1 teaspoon ഓഫ് ഷുഗർ ആൻഡ് എ പിഞ്ച് ഓഫ് സോൾട്ട് ഇൻ 1 glass ഓഫ് ബോയിൽഡ് ആൻഡ് കൂൾഡ് വാട്ടർ. അതിനകത്ത് ചെയ്യുന്നത് തിളപ്പിച്ച് വെള്ളം എടുത്ത് തണുപ്പിക്കണം. എന്നിട്ട് അതിലേക്ക് 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള ഉപ്പും ഇടുക. ടേസ്റ്റ് ഇറ്റ് ടു മേക്ക് ഷുവർ ദാറ്റ് ദർ ഈസ് നോട്ട് ടു മച്ച് സോൾട്ട്. ഉപ്പ് അധികമില്ലെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ദ വാട്ടർ ഷുഡ് നോട്ട് ടേസ്റ്റ് മോർ സോൾട്ടി ദാൻ അവർ ടീയേഴ്സ്. നമ്മുടെ കണ്ണീരിനേക്കാട്ടിൽ ലേശം കൂടെ ഉപ്പ് രുചി അതിനുണ്ടാവും. വെൻ എ പേഴ്സൺ ഹാസ് ഡയറിയ ആൻഡ് വോമിറ്റിംഗ് ദ വാട്ടർ മസ്റ്റ് ബി സിപ്ഡ് സ്ലോലി ബൈ ദം. ഈ വെള്ളം ഡയറിയായോ അല്ലെങ്കിൽ വോമിറ്റിങ്ങോ ഉള്ള ആൾക്ക് പതിയെ കുടിക്കാൻ കൊടുക്കണം. ലൈറ്റ് ഫുഡ് മസ്റ്റ് ബി ടേക്കൻ. വളരെ കട്ടി കുറഞ്ഞ ആഹാരമേ കൊടുക്കാവൂ. ബേബീസ് ഷുഡ് കണ്ടിന്യൂ ടു ടേക്ക് ദെയർ മദേഴ്സ് മിൽക്ക് ആസ് ദിസ് ഈസ് ഗുഡ് ഫോർ ദം. ചെറിയ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ അമ്മമാരുടെ പാലാണ് കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് ഓൾസോ നെസറി ടു ടേക്ക് സം മെഡിസിൻസ്. ചില മരുന്നുകളും കഴിക്കണം. ദേ ക്യാൻ ഓൾസോ ബി ഹോം മെയ്ഡ് റെമഡീസ്. അതുപോലെ നമ്മുടെ വീട്ടിലുള്ള നാടൻ മരുന്നുകളൊക്കെ ഉപയോഗിക്കാം. ഇഫ് ദ ഡയറിയ ഡസ് നോട്ട് സ്റ്റോപ്പ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് അഡ്വൈസ് ഓഫ് ഡോക്ടർ. ഇനി ഈ ഡയറി അല്ലെങ്കിൽ അതിസാരം അല്ലെ വയറിളക്കം കുറവില്ല, തീർച്ചയായിട്ടും നിങ്ങളൊരു ഡോക്ടറിനെ കാണണം. ഹിയർ ഈസ് എ സർവേ, വാട്ടർ സർവേ ഇൻ സ്കൂളിൽ ഒരു വാട്ടർ സർവേ നടത്തുകയാണേ. മേക്ക് 3 groups ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. ക്ലാസ്സിലെ കുട്ടികളെ 3 ഗ്രൂപ്പായിട്ട് മാറ്റുന്നു. 1 group വിൽ ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ഇൻ ദ സ്കൂൾ. സ്കൂളിലെ എന്തൊക്കെ രീതിയിലുള്ള ഡ്രിങ്കിങ് വാട്ടർ അറേഞ്ച്മെൻറ്റ്സ്, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഉള്ളതെന്ന് ഒന്നാമത്തെ ഗ്രൂപ്പുകാർ നോക്കുന്നു. ദ സെക്കൻഡ് ഗ്രൂപ്പ് വിൽ ഫൈൻഡ് ഔട്ട് അബൌട്ട് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ദ ടോയ്ലറ്റ് ഇൻ ദ സ്കൂൾ. സ്കൂളിലെ ടോയ്ലറ്റ് അറേഞ്ച്മെൻറ്റ്സ് എന്താണെന്ന് നോക്കുന്നു. ദ തേർഡ് ഗ്രൂപ്പ് വിൽ ഫൈൻഡ് ഔട്ട് അബൌട്ട് ഇൽനസ് അഫക്റ്റിംഗ് ചിൽഡ്രൻ ഇൻ ദ ക്ലാസ്. ഇനി ക്ലാസ്സിൽ ഏതെങ്കിലും കുട്ടികൾക്ക് അസുഖങ്ങളുണ്ടോ എന്ന് വേറൊരു ഗ്രൂപ്പ് അന്വേഷിക്കുന്നു. ഈ 3 ഗ്രൂപ്പിൽ ഇവരെ ഓരോരോ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണേ. ഫസ്റ്റ് ഗ്രൂപ്പുകാരെ ചോദിക്കുന്നത്, വേർ ഡസ് ദ വാട്ടർ ഇൻ യുവർ സ്കൂൾ കം ഫ്രം? എവിടെ നിന്നാണ് നിങ്ങൾക്ക്
വെള്ളം കിട്ടുന്നത്. ഇവിടെ പല ഓപ്ഷൻസും ഉണ്ട്. ടാപ്പിൽ നിന്നാണ് ടാപ്പ്, ടാങ്കിൽ നിന്നാണ്, ഹാൻഡ് പമ്പിൽ നിന്നാണ് ഹാൻഡ് പമ്പ്. എവിടെ നിന്നാണോ കിട്ടുന്നതെന്ന്. ഹാൻഡ് പമ്പ് എന്താണെന്നറിയത്തില്ല. ഇതായത് നോക്കി, ഇതാണ് ഹാൻഡ് പമ്പ്. ഇൻ യുവർ സ്കൂൾ ഫ്രം വെയർ ഡു യു ടേക്ക് വാട്ടർ ടു ഡ്രിങ്ക്? വെള്ളം കുടിക്കാൻ എവിടെ നിന്നാണ് എടുക്കുന്നത്? അത് ഇതുപോലെ എവിടെ നിന്നാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടിക്ക് ചെയ്യാം. ഇഫ് ദെയർ ഈസ് നോ ടാപ്പ്, മഡ്ക ഓർ ഹാൻഡ് പമ്പ്, ദെൻ ഹൗ ഡു യു ഗെറ്റ് ഡ്രിങ്കിങ് വാട്ടർ? ഇനി നോക്കിയേ, ഈ വീട്ടിൽ ഇതാണ് മഡ്ക എന്ന് പറയുന്നത്, അതായത് കലം, വെള്ളം സൂക്ഷിച്ച് വെക്കുന്നത്. പിന്നെ അതുപോലെ ലാഡിലുണ്ട് ഈ വെള്ളം എടുക്കാനുള്ള തവി. ഇത് രണ്ടും സാധാരണയായിട്ട് വെള്ളം സൂക്ഷിച്ച് വെക്കുന്നിടത്ത് കാണുന്നതാണ്. ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ എവിടെ നിന്നാണ് വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുള്ളത് ഇവിടെ എഴുതണം. ഒരു പക്ഷേ അത് നിങ്ങൾക്ക് വെല്ലിൽ നിന്നായിരിക്കും അല്ലേ, ഇതൊന്നും ഇല്ലെങ്കിൽ വെൽ അല്ല, കിണറിൽ നിന്നായിരിക്കും കിട്ടുന്നത്. ഈസ് ദെയർ വാട്ടർ ഇൻ ഓൾ ദ ടാപ്സ് ഓഫ് ഹാൻഡ് പമ്പ്? ഹാൻഡ് പമ്പിലെ എല്ലാ ടാപ്പിലും വെള്ളമുണ്ടോ? യെസ് എങ്കിൽ യെസ് എന്ന് എഴുതാം, നോ എങ്കിൽ നോ എന്ന് എഴുതാം. ഈസ് ദെയർ എനി ടാപ്പ് വിച്ച് ഈസ് ലീക്കിംഗ് ഓർ ഡ്രിപ്പിംഗ്? ലീക്കിംഗ്, വെള്ളം ലീക്കായി പോകുന്നുണ്ടോ, പൊട്ടി ചോർന്നു പോകുന്നുണ്ടോ? ടാപ്പ് ചോർന്നുണ്ടെങ്കിൽ യെസ് എന്ന് എഴുതാം, ഇല്ലെങ്കിൽ നോ എന്ന് എഴുതാം. ആറ്, ഓൾ ദ മഡ്കാസ് ഫിൽഡ് വിത്ത് വാട്ടർ ആൻഡ് ആർ ദേ കവേർഡ്? മഡ്കാസ്, കലങ്ങൾ വെള്ളം നിറച്ചു വെച്ചിരിക്കുന്നതാണോ അതുപോലെ കവേർഡ് ആണോ? യെസ്, ദേ ആർ കവേർഡ്. ആർ ദ മഡ്കാസ് ആൻഡ് അതർ വാട്ടർ കണ്ടെയ്നേഴ്സ് ക്ലീൻ റെഗുലർലി? ദിവസവും ഈ പാത്രങ്ങളെല്ലാം കഴുകാറുണ്ടോ? യെസ്. ഹൗ ഈസ് വാട്ടർ മെയ്ഡ് സേഫ് ഫോർ ഡ്രിങ്കിങ്? അവർ എങ്ങനെയാണ് ഈ വെള്ളം ഡ്രിങ്കിങ്ങിന് സേഫ് ആക്കി വെക്കുന്നത്? ഒന്നിൽ അത് പ്യൂരിഫൈ ചെയ്യുന്നുണ്ടാവും അല്ലേ, അല്ല നമ്മുടെയൊക്കെ സ്കൂളുകളിൽ പ്യൂരിഫൈ ചെയ്യുന്നുണ്ടാവും അല്ലേ, പ്യൂരിഫൈ ചെയ്താണ് യൂസ് ചെയ്യുന്ന വെള്ളം. Then why do the drinking water place get dirty? എങ്ങനെയാണ് ഈ വെള്ളം, കുടിക്കാൻ വെള്ളം ഇരിക്കുന്നിടം വൃത്തികേടാകുന്നത്? വാട്ടർ ഓഫൻ സ്പിൽസ് ഡ്യൂറിങ് ദ വാഷിംഗ് ആൻഡ് ടേക്കിംഗ് ഔട്ട് വാട്ടർ. വെള്ളം എടുക്കുമ്പോഴല്ലേ, കൈ കഴുകുമ്പോഴൊക്കെ വെള്ളം അവിടെ എല്ലാം വീഴും. ആൻഡ് വാട്ട് ക്യാൻ വി ഡു ടു കീപ് ദീസ് പ്ലേസസ് ക്ലീൻ? ഈ സ്ഥലം എങ്ങനെയാണ് ക്ലീനായിട്ട് സൂക്ഷിക്കുന്നത്? ബൈ ക്ലീനിങ് ഇറ്റ് റെഗുലർലി ആൻഡ് അവോയ്ഡിങ് വാഷിംഗ് നിയർ ദ പ്ലേസ്. ആ പ്ലേസിലകത്ത് വെച്ച് പാത്രമൊന്നും അല്ലേ സാധനങ്ങളൊന്നും കഴുകാതിരുന്നാൽ മതി. ദിവസവും റെഗുലറായിട്ട് ദിവസവും ആ സ്ഥലം ക്ലീൻ ചെയ്യുകയും ചെയ്യണം. ഹൗ ഓഫൺ? വൺസ് എ ഡേ, വൺസ് ഇൻ 2, ഓർ ആർ ദ കണ്ടെയ്നേഴ്സ് ഓഫ് മഡ്ക ആൻഡ് ലാഡീസ് ക്ലീൻസ്? ഹൂ ക്ലീൻസ് ദം? ഇനി ഈ പാത്രങ്ങളൊക്കെ കഴുകാറുണ്ടോ ദിവസവും? ആരാണ് കഴുകുന്നത്? കണ്ടെയ്നേഴ്സ്, മഡ്കാസ് ആൻഡ് ലാഡീസ് ആർ ക്ലീൻഡ് വൺസ് ഇൻ എ ഡേ. ദിവസവും കഴുകാറുണ്ട്. ആരാണ് കഴുകാറുള്ളത്? എ പിയൂൺ ക്ലീൻസ് ദം. പിയൂണാണ് അത് കഴുകുന്നത്. ഹൗ മെനി ചിൽഡ്രൻ ആർ ദെയർ ഇൻ ദ സ്കൂൾ? ഹൗ മെനി ടാപ്സ്, മഡ്കാസ് ആൻഡ് ഹാൻഡ് പമ്പ്സ് ആർ ദെയർ? ആർ ദീസ് സഫിഷ്യൻറ്റ് ഫോർ ചിൽഡ്രൻ? ഇതെല്ലാം, അതായത് എത്ര കുട്ടികളുണ്ട്, അവരെ എത്ര പാത്രങ്ങളൊക്കെ കറക്റ്റായിട്ട് അല്ലെ, മഡ്കായും ടാപ്പും ഒക്കെ കറക്റ്റായിട്ടുണ്ടോ? 1000 സ്റ്റുഡൻസ് ഉണ്ട്, 20 ഡ്രിങ്കിങ് വാട്ടർ ടാപ്സും ഉണ്ട്. ഹൂ ക്ലീൻസ് ദ പ്ലേസ് നിയർ ദ വാട്ടർ? ആ വെള്ളത്തിനടുത്തുള്ള ഭാഗം ആരാണ് ക്ലീൻ ആക്കുന്നത്? പിയൂൺ ക്ലീൻസ് ദ പ്ലേസ്. പിയൂണാണ് അല്ലേ, പിയൂണെങ്കിലല്ലേ നമ്മുടെ ഇത് ടാപ്പിൻ്റെ ഒക്കെ ചുവട് വൃത്തിയാക്കുന്നത്? യെസ്. വെയർ ഡസ് ദ വാട്ടർ ദാറ്റ് ഈസ് സ്പിൽഡ് ഗോ? ആ വെള്ളം പുറത്തേക്ക് തെറിച്ച് വീഴുന്ന എവിടോട്ടാണ് പോകുന്നത്? സോ ഗോസ് ടു സീവർ ലൈൻസ്, അതായത് വേസ്റ്റ് വാട്ടർ പോകുന്ന ലൈനിലേക്കാണ്. ഇനി രണ്ടാമത്തെ ഗ്രൂപ്പ് ചെയ്യേണ്ട 3 ഗ്രൂപ്പാണ്. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താ ചെയ്യേണ്ടത്? ടോയ്ലറ്റിനെ കുറിച്ചാണ് അല്ലേ. വാട്ട് ആർ ദ ടോയ്ലറ്റ് അറേഞ്ച്മെന്റ് ഇൻ സ്കൂൾ? സ്കൂളിൽ ടോയ്ലറ്റ് ഉണ്ട്, ഓപ്പൺ ഏരിയ ആണ്, ടോയ്ലറ്റ് ഉണ്ട് അല്ലേ, എല്ലാ സ്കൂളുകളും ഉണ്ട്. ഹൗ മെനി ടോയ്ലറ്റ്സ് ആർ ദെയർ? എത്ര ടോയ്ലറ്റ്സ് ഉണ്ട്? ചിലപ്പം 5 ടോയ്ലറ്റ്സ് ഉണ്ടാവും, അതല്ലെങ്കിൽ 10 ഉണ്ടാവും. എത്ര ടോയ്ലറ്റ്സ് ഉണ്ടെന്ന് എഴുതുക അവിടെ. നെക്സ്റ്റ്, ആർ ദേ സെപ്പറേറ്റ് ടോയ്ലറ്റ് ഫോർ ഗേൾസ് ആൻഡ് ബോയ്സ്? ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ടോ? യെസ്. ഈസ് ദെയർ വാട്ടർ ഇൻ ദ ടോയ്ലറ്റ്? ടോയ്ലറ്റ് വെള്ളമുണ്ടോ? യെസ്. വേർ ഡസ് ദ വാട്ടർ കം ഫ്രം? എവിടെ നിന്നാണ് വെള്ളം വരുന്നത്? ടാപ്പിൽ നിന്നാണോ? ഫിൽഡ് കണ്ടെയ്നർ അല്ല പാത്രത്തിൽ നിറച്ച് വെച്ചിരിക്കുവാണോ? ഹാസ് ടു ബി ബ്രോട്ട് ഫ്രം ഹോം? വീട്ടിൽ നിന്ന് കൊണ്ടുവരണോ? അല്ല, ഒന്നും ഇല്ലല്ലേ, ടാപ്പിൽ നിന്നാണേ. ഈസ് ദെയർ വാട്ടർ ഫോർ വാഷിംഗ് ഹാൻഡ് നിയർ ദ ടോയ്ലറ്റ്? ടോയ്ലറ്റിൻ്റെ അടുത്ത് തന്നെ നമുക്ക് കൈ വൃത്തിയാക്കാനുള്ള സ്ഥലമുണ്ടോ? തീർച്ചയായിട്ടും കാണാം. ഡു യു വാഷ് യുവർ ഹാൻഡ്സ് ആഫ്റ്റർ യൂസിങ് ടോയ്ലറ്റ്? ടോയ്ലറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ കൈ കഴുകാറുണ്ടോ? ഡെഫിനറ്റ്ലി, എല്ലാവരും കൈ കഴുകണം അല്ലേ. ഈസ് ദെയർ എനി ടാപ്പ് ദാറ്റ് ഈസ് ലീക്കിംഗ് ഫോർ ഡ്രിപ്പിംഗ്? ടാപ്പ് ലീക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലേ. ആ ടോയ്ലറ്റ്സ് കെപ്റ്റ് ക്ലീൻ?
ക്ലീൻ ആണോ നിങ്ങളുടെ ടോയ്ലറ്റ്? യെസ്. ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ് ഹൗ മെനി ബോയ്സ് ആൻഡ് ഗേൾസ് ദെയർ ഇൻ ദ സ്കൂൾ. സ്കൂളിൽ എത്ര ബോയ്സ് ഉണ്ടെന്ന് ഇവിടെ എഴുതണം, എത്ര ഗേൾസ് ഉണ്ടെന്ന് ഇവിടെ എഴുതണം. ഹൗ മെനി ടോയ്ലറ്റ്സ് ആർ ഫോർ ഗേൾസ് ആൻഡ് ഹൗ മെനി ഫോർ ബോയ്സ്. ഗേൾസിന് എത്ര ടോയ്ലറ്റ് ഉണ്ട്, ബോയ്സിന് എത്ര ടോയ്ലറ്റ് ഉണ്ടെന്നും എഴുതണം. ഇഫ് ദെയർ ആർ നോ ടാപ്സ് ഹൂ ബ്രിങ് ദ വാട്ടർ ഫോർ ദ ടോയ്ലറ്റ്. ഇനി നിങ്ങൾ ചോദിക്കുന്നത് ഈ ടാപ്പ് ഇല്ലെങ്കിൽ ആരായിരിക്കും വെള്ളം കൊണ്ടുവരേണ്ടത്? ഫ്രം വെയർ ഡസ് ദ വാട്ടർ ഹാവ് ടു ബി ബ്രോട്ട്. എവിടെ നിന്നാണ് വെള്ളം നമുക്ക് കൊണ്ടുവരുന്നത്? ഇഫ് ദെയർ ആർ നോ ടാപ്പ് സ്റ്റുഡൻസ് വുഡ് ഡ്രിങ്ക് വാട്ടർ ഫ്രം ഹാൻഡ് പമ്പ്. ഹാൻഡ് പമ്പിൽ നിന്നൊക്കെ കുട്ടികൾ വെള്ളം എടുക്കേണ്ടി വരും. ഹൂ കീപ് ദ പ്ലേസ് ക്ലീൻ. ആരാണ് പ്ലേസ് എല്ലാം ക്ലീൻ ആക്കുന്നത്? നമ്മുടെ പ്യൂണെങ്കിൽ തന്നെയാണേ. വാട്ട് ക്യാൻ ബി ഡൺ ടു കീപ് ദ ടോയ്ലറ്റ് ക്ലീൻ. ടോയ്ലറ്റ് ക്ലീൻ ആകാൻ എന്താ ചെയ്യുന്നത്? നമ്മളെപ്പോഴും നമ്മൾ റെഗുലർ വാഷ് ചെയ്യും അല്ലേ, റെഗുലറായിട്ട് അവിടെ വൃത്തിയാക്കും. വാട്ട് ക്യാൻ ഈച്ച് ഓഫ് യസ് ഡു ഫോർ ദിസ്. നമ്മൾ എന്താ അതിനെ ചെയ്യുന്നത്? ഡു നോട്ട് ക്രിയേറ്റ് എനി മെസ് ഇൻ ദ ടോയ്ലറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ദ ക്ലെൻലിനെസ്. നമ്മൾ ടോയ്ലറ്റ് ഒന്നും വൃത്തികേടാക്കാതെ നന്നായി വൃത്തിയായി സൂക്ഷിക്കുക. ഹാവ് യു സീൻ ടോയ്ലറ്റ്സ് ബസ് സ്റ്റാൻഡ് ഒരു റെയിൽവേ സ്റ്റേഷൻ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ് ഫ്രം ടോയ്ലറ്റ് അറ്റ് ഹോം. നിങ്ങൾ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ടോയ്ലറ്റ് ഉണ്ടല്ലേ? നമ്മുടെ വീടിൻ്റെ കൂട്ടാണോ? അല്ല, കുറച്ച് വ്യത്യാസം ഉണ്ടാവും അല്ലേ? നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ? യെസ്, ഐ ഹാവ് സീൻ ദ ടോയ്ലറ്റ് അറ്റ് ദ ബസ് സ്റ്റാൻഡ് ആൻഡ് ദ റെയിൽവേ സ്റ്റേഷൻ ആസ് ദോസ് അറ്റ് പബ്ലിക് ടോയ്ലറ്റ് പ്ലേസസ്. സോ മെനി പീപ്പിൾസ് യൂസ് ദം. ദേ ആർ ലെസ് ക്ലീൻ ദാൻ ദ ടോയ്ലറ്റ് ഇൻ അവർ ഹോം. നമ്മുടെ വീട്ടിലുള്ളതിൻ്റെ അത്രയും വൃത്തിയൊന്നും പബ്ലിക് ടോയ്ലറ്റിന് കിട്ടത്തില്ല അല്ലേ? റെയിൽവേ സ്റ്റേഷന് ബസ് സ്റ്റാൻഡിലൊക്കെ ഭയങ്കര സ്മെല്ലും നമുക്ക് ഛർദ്ദിക്കാനൊക്കെ വരും അല്ലേ? ഇനി ഗ്രൂപ്പ് 3, നമ്മൾ 3 ഗ്രൂപ്പായിട്ടായിരുന്നു കുട്ടികളെ തിരിച്ച്. മൂന്നാമത്തെ ഗ്രൂപ്പ് എന്താ ചെയ്യണമെന്നാണ്? ടോക്ക് വിത്ത് ദ ചിൽഡ്രൻ ഇൻ യുവർ ക്ലാസ് ആൻഡ് ഫിൽ ദ ടേബിൾ. In the last few months, how many children in the class had suffered from any of this? ഇനി നിങ്ങൾ ക്ലാസ്സിൽ ചെന്നിട്ട് ഡയറിയയോ ലൂസ് മോഷനോ ഒക്കെയുള്ള ഏതെങ്കിലും കുട്ടികളുണ്ടോ അവരുടെ പേര് നിങ്ങൾക്ക് ഇവിടെ എഴുതാം. ഛർദിലുള്ള ഏതെങ്കിലും കുട്ടികൾ, ഈ അടുത്ത മാസങ്ങളിൽ വോമിറ്റിംഗ് ഉണ്ടായ ആൾക്കാരുടെ പേര് ഇവിടെ എഴുതാം. ലൂസ് മോഷൻ ആൻഡ് വോമിറ്റിംഗ് ഉണ്ട്. ലൂസ് മോഷൻ എന്ന് പറഞ്ഞാൽ വയറിളക്കം, വോമിറ്റിംഗ് ഛർദി. യെല്ലോ യൂറിൻ, യെല്ലോ സ്കിൻ ആൻഡ് ഐസ്, അതായത് ജോണ്ടിസ് മഞ്ഞപ്പിത്തം വന്നിട്ടുള്ള ഏതെങ്കിലും കുട്ടികളുണ്ട് അവരുടെ പേര് ഇത് ഇവിടെ എഴുതാം. സ്റ്റൊമക്ക് എയിം, അതായത് വയറുവേദന വന്ന കുഞ്ഞുങ്ങളുടെ പേര് അവിടെ എഴുതാം. ഡിസ്കസ് വിത്ത് യുവർ ടീച്ചർ വാട്ട് യു ഹാവ് ഫൗണ്ട് ഫ്രം യുവർ സർവേ. നൗ മേക്ക് എ റിപ്പോർട്ട് യുവർ ഫൈൻഡിങ്സ് ആൻഡ് സജഷൻസ്. ഇനി നിങ്ങൾ ഇതെല്ലാം കൂടെ ചേർത്ത് നിങ്ങൾക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനാണ് ആക്ടിവിറ്റി തന്നിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു സ്റ്റോറി ഉണ്ട്. ഇതോടെ കഴിയുമ്പോൾ നമ്മുടെ ലെസൺ തീർന്നു. ചിൽഡ്രൻ ഷോ ദ വേ. ടു ലിറ്റിൽ വാട്ടർ ഓർ നോ വാട്ടർ. ദിസ് വാസ് നത്തിങ് ന്യൂ ഫോർ ദ പീപ്പിൾ ഇൻ ഹോൾഗുണ്ടി ഏരിയ ഓഫ് കർണാടക. കർണാടകയിലെ ഹോൾഗുണ്ടി ഏരിയയിൽ ഇതുപോലെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമം. ദ വേൾഡ്സ് വുഡ് ഹാവ് സം വാട്ടർ ഓൺലി ഇൻ റെയിനി ഡേയ്സ്. മഴ സമയത്ത് മാത്രമേ അവർക്ക് വെള്ളമുള്ളൂ. ഇൻ ദ പാസ്റ്റ് 3 years ദർ വാസ് നോട്ട് ഈവൻ ഇനഫ് റെയിൻ. കുറേ വർഷങ്ങളായിട്ട് വെള്ളം പോലും മഴയും കുറവാണ്. എവറിഥിങ് ഹാഡ് ഡ്രൈഡ് അപ്പ് ദെയർ. എല്ലാം ഉണങ്ങി വരണ്ടിരിക്കുന്നു. ദർ വാസ് നോ വാട്ടർ ഫോർ ഡ്രിങ്കിങ്. കുടിക്കാൻ വെള്ളമില്ല. ഫോർ ഗ്രോയിങ് ക്രോപ്സ്, വിളകൾ പ്ലാന്റ്സ് ഒന്നും വളരാൻ വെള്ളമില്ല. ആനിമൽസിന് വെള്ളമില്ല. ദ പീപ്പിൾ ഹാഡ് ലീവ് ദെയർ വില്ലേജ് ആൻഡ് ഗുഡ് നിയർ ബൈ ടൗൺ ഫോർ സം വർക്ക്. അവസാനം ആൾക്കാർ അടുത്ത സിറ്റിയിലേക്ക് അല്ലെ ടൗണിലേക്ക് പോകാൻ തുടങ്ങി. ചിൽഡ്രൻ ഹാഡ് ലീവ് ദ സ്കൂൾ ഗോ വിത്ത് ദ എൽഡേഴ്സ്. മുതിർന്നവരോടൊപ്പം കുട്ടികളും പോയി തുടങ്ങി. ദ വില്ലേജ് പഞ്ചായത്ത് വാസ് വറീഡ്. ആ പഞ്ചായത്ത് വളരെ പരിഭ്രമിച്ചു. ഓൾ ദ മെമ്പേഴ്സ് ഡിസ്കസ്ഡ് വാട്ട് കുഡ് ബി ഡൺ. എന്ത് ചെയ്യണമെന്ന് അവർ ആലോചിച്ചു. ദിസ് പഞ്ചായത്ത് ഹാസ് സം സ്പെഷ്യൽ മെമ്പേഴ്സ് ചിൽഡ്രൻ. ദ ചിൽഡ്രൻ പഞ്ചായത്ത് വാസ് കോൾഡ് ഭീമസംഘ. ഭീമസംഘ എന്ന് പറയുന്ന കുറേ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ആ പഞ്ചായത്തിലുണ്ടായിരുന്നു. ഹാസ് അവർ വില്ലേജ് ഓൾവേസ് ഹാഡ് വാട്ടർ ഷോർട്ടേജ്. ദ ചിൽഡ്രൻ ആസ്ക്ഡ് ദ എൽഡേഴ്സ്. മുതിർന്ന ആൾക്കാരുടെ കുട്ടികൾ ചോദിച്ചു, എന്നും ഇങ്ങനെയായിരുന്നു, വെള്ളത്തിന് ക്ഷാമമായിരുന്നു? നോ, ഇറ്റ് വാസ് നോട്ട് ബിഫോഴ്സ്, റിപ്ലൈഡ് വില്ലേജ് പീപ്പിൾ. അവിടെയുള്ള ആൾക്കാരൊന്നും പണ്ട് ഇവിടെ വെള്ളം ഉണ്ടായിരുന്നു. സം ഓഫ് ദ എൽഡേഴ്സ് റീകോൾഡ് അപ്പ് ഇൻ ദ ഹിൽ ദേ യൂസ്ഡ് വാട്ടർ ടാങ്ക്. ദ ടാങ്ക് വുഡ് ഫിൽ ദ വാട്ടർ വെൻ ഇറ്റ് റെയിൻസ്. അവരുടെ വില്ലേജിൽ ഒരു കുന്നിനെ മുകളിൽ വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു. ആ വാട്ടർ ടാങ്ക് മഴയാകുമ്പം എപ്പോഴും വെള്ളം കളക്ട് ചെയ്ത് നിറഞ്ഞു കിടക്കും. ദർ യൂസ് ടു ഫിഷ് ഇൻ ദ ടാങ്ക്. ആ ടാങ്കിൽ എന്തുണ്ടായിരുന്നു? ഫിഷും ഉണ്ടായിരുന്നു. ആൻഡ് ഗ്രീനറി അറൗണ്ട് ഇറ്റ്, നല്ല പച്ചപ്പും ഉണ്ടായിരുന്നു അതിന് ചുറ്റും. മീൻസ് ധാരാളം പ്ലാന്റ്സും ഉണ്ടായിരുന്നു. ദോസ് ഡേയ്സ് ഈവൻ ദ വില്ലേജ് വേൾസ് ആൻഡ് പോൺസ് യൂസ് ടു ഹാവ് ഇനഫ് വാട്ടർ. ആ സമയത്തൊക്കെ വില്ലേജിലെ എല്ലാ പോൺസിലും വെല്ലിലും എല്ലാം വെള്ളമുണ്ട്. ഓൺ ഹിയറിംഗ് ദിസ് ഭീമസംഘ ഡിസൈഡഡ് ദാറ്റ് ദേ വുഡ് ഫസ്റ്റ് ലുക്ക് അറ്റ് ദ ടാങ്ക്. അവരങ്ങനെ ആ കുന്നിന് മുകളിൽ പോയി ടാങ്ക് നിരീക്ഷിക്കാൻ നോക്കി. ദ ടാങ്ക് വാസ് ഓൺ ദ ഹിൽ. ദേ ഫൗണ്ട് ദാറ്റ് ദ ടാങ്ക് വാസ് ഫുൾ ഓഫ് മഡ് ആൻഡ് സ്റ്റോൺ.
അവർ ചെന്ന് നോക്കിയപ്പം ആ ടാങ്ക് വെള്ളമൊന്നുമില്ല, പകരം നിറച്ചും കല്ലും മണ്ണുമാണ്. ഹൗ കുഡ് വാട്ടർ ഫിൽ? ദ ടാങ്ക് ഹാഡ് മെനി ക്രാക്സ്. അതുപോലെ ആ ടാങ്ക് പൊട്ടിയിട്ടും ഉണ്ടായിരുന്നു. ഹൗ കുഡ് ഐ വാട്ടർ റിമെയിൻ ഇൻ ദ ടാങ്ക്? ദെൻ നോ ട്രീസ് ഗ്രാസ്. അവിടെ ട്രീസും ഗ്രാസും ഒന്നും ഇല്ല. ദ ചിൽഡ്രൻ സെഡ് വി മസ്റ്റ് ക്ലീൻ ദ ടാങ്ക് ആൻഡ് മേക്ക് ദ ഏരിയ ഗ്രീൻ അഗെയിൻ. കുട്ടികൾ എന്ത് വിചാരിച്ചു? ഈ ടാങ്ക് എല്ലാം വൃത്തിയാക്കി എടുക്കാം. അതിനെന്താ അവർ ചെയ്തത്? ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് how things had been before and why they changed now. This would help them to plan solving their problem and to not only for 1 year but for the year ahead. അങ്ങനെ എങ്ങനെയാണ് ഇതിങ്ങനെ ആയത്, ഈ ടാങ്കിനകത്തിൽ വെള്ളമില്ലാതായത് എന്ന് ഒരു അത് വൃത്തിയാക്കി എടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു. ദ പഞ്ചായത്ത് ടു ഹെൽപ്പ് ഫ്രം സം എക്സ്പേർട്ട്. നല്ല കഴിവുള്ള കുറേ ആൾക്കാരെ പഞ്ചായത്ത് ഇതിനു വേണ്ടി നിയോഗിച്ചു. ടുഗദർ ദേ മെയ്ഡ് എ പ്ലാൻ, ടുഗദർ ദേ വർക്ക്ഡ് ഫോർ ഇറ്റ്. ഈ കുട്ടികളും ആ എക്സ്പേർട്സും എല്ലാം കൂടെ ചേർന്ന് ജോലി ചെയ്യാൻ തുടങ്ങി. എന്താണ്? ദ ടാങ്ക് വാസ് ഫസ്റ്റ് പ്രോപ്പർലി ക്ലീൻ. ആദ്യം ടാങ്ക് വൃത്തിയാക്കി. ദ ക്രാക്സ് വെർ റിപ്പയർഡ്. അതിലുണ്ടായിരുന്ന പൊട്ടലുകളെല്ലാം വിള്ളലുകളെല്ലാം മാറ്റിയെടുത്തു. ആൻഡ് ഗ്രാസ് ആൻഡ് ട്രീസ് വെർ പ്ലാന്റഡ് അറൗണ്ട് ദ ടാങ്ക്. ആ ടാങ്കിന് ചുറ്റും ഗ്രാസും ട്രീസും ഒക്കെ നട്ടുപിടിപ്പിച്ചു. ആസ് ദ ടാങ്ക് വാസ് ഓൺ എ ഹിൽ എ ലോട്ട് ഓഫ് റെയിൻ വാട്ടർ യൂസ് ടു ഫ്ലോ ഡൗൺ ദ സ്ലോപ്സ്. വിത്ത് ദിസ് വാട്ടർ സോയിൽ വാസ് വുഡ് ഫ്ലോ എവേ. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? ഇതൊരു സ്ലോപ്പാണ് അല്ലേ, കുന്നിൻ്റെ ചരിവാണ്. അതുകൊണ്ട് ഈ മഴ പെയ്യുന്ന വെള്ളവും മണ്ണും എല്ലാം കൂടി ഒലിച്ചു പോകും താഴോട്ട്. സോ ദ ചിൽഡ്രൻ മെയ്ഡ് എ സ്മോൾ ഡാം ഓൺ ദ സ്ലോപ്പ് ടു സ്റ്റോപ്പ് ദ വാട്ടർ ആൻഡ് സോയിൽ. അതായത് ഈ വെള്ളവും മണ്ണും ഒന്നും ഒലിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ആ സ്ലോപ്പിൽ ഈ കുട്ടികൾ ഒരു ചെറിയ ഡാം ഉണ്ടാക്കി. Then everybody waited for rain to come. മഴ വരുന്നത് കാത്ത് എല്ലാവരും വരുന്നു. When it rains, the tank filled up with the water. The children put some fish in the tank. They kept God to sure that nobody stole the fish or harmed the plants. എന്ത് ചെയ്തു? ഈ മഴ പെയ്തപ്പം ഈ ടാങ്കിൽ വെള്ളം നിറയാൻ തുടങ്ങി. കുട്ടികൾ അതിനകത്ത് കൊണ്ടുവന്ന് ഫിഷിനെ ഇട്ടു. ഫിഷിനും ഇതിന് ചുറ്റുമുള്ള പ്ലാന്റ്സും ഒന്നും ആരും ഉപദ്രവിക്കാതിരിക്കാൻ അവർ പ്രത്യേകം നോക്കി ഈ കുട്ടികൾ. 1 monsoon went by. Then another things got better every year. ഇങ്ങനെ ഓരോ വർഷവും കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? ദ ടാങ്ക് ഫിൽഡ് ഇൻ എ ലിറ്റിൽ മോർ, ദ പ്ലാന്റ്സ് ഗ്രോ, ദ ഫിഷ് മൾട്ടിപ്ലൈഡ്. അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ്? നല്ല രീതിയിൽ ഫിഷ് മൾട്ടിപ്ലൈ ചെയ്ത് ധാരാളം ഫിഷസ് ഉണ്ടായി, ഇഷ്ടം പോലെ വെള്ളം ഉണ്ടായി, പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി. ആഫ്റ്റർ 2 or 3 years the tank remained full of water even after the rains had stopped. മഴ നിന്നിട്ടും 2-3 വർഷം കഴിഞ്ഞപ്പോൾ ഈ ടാങ്ക് നിറഞ്ഞു കിടക്കുകയാണ്. ദ വെൽസ് ആൻഡ് ദ പോണ്ട്സ് ഇൻ ദ വില്ലേജ് ഹാഡ് വാട്ടർ അഗെയിൻ. ദെയർ ഗ്രീനറി ഓൾസോ വൺസ് അഗെയിൻ. ദ പീപ്പിൾ ഡിഡ് നോട്ട് ഹാവ് ടു ലീവ് ദെയർ വില്ലേജ് ഫോർ വർക്ക്. എന്ത് ചെയ്തു? അന്നേരം ഇങ്ങനെ ഈ ടാങ്ക് ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഈ ടാങ്കിൽ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചു, ഈ ടാങ്കിൽ നിന്ന് എങ്ങനെയാണ് വെൽസിലേക്കും പോൺസിലേക്കും ഒക്കെ വെള്ളം വന്നത്? മണ്ണിലൂടെ അല്ലേ, ഹില്ലിലാണ് ഈ ടാങ്ക്. ഇത് താഴേക്ക് ഒഴുകി വരും അല്ലേ, താഴേക്ക് ഭൂമിക്കടിയിലൂടെ അരിച്ചരിച്ചരിച്ച് നമ്മുടെയൊക്കെ വീട്ടിലെ പോൺസിലും വെൽസിലും ഒക്കെ വെള്ളം എത്തുകയാണ് ചെയ്യുന്നത്. ദ ഹാർഡ് വർക്ക് ഓഫ് ഭീമസംഘ ഹാഡ് ഷോൺ റിസൾട്ട്. ദ ചിൽഡ്രൻ ഹാഡ് ഷോൺ ദ വേ. കുട്ടികളാണ് ഒരു വഴികാട്ടുകൾ അല്ലേ. ദോസ് ചിൽഡ്രൻ ആർ നൗ ഗ്രോൺ അപ്പ് ബട്ട് ദ ഭീം സംഘ കണ്ടിന്യൂസ്. ഇപ്പം ആ കുട്ടികൾ വളർന്നു, പക്ഷേ ഇപ്പോഴും ഭീം സംഘ എന്ന് പറയുന്ന സംഘടന ഉണ്ട്. ആൻഡ് എവരി ഇയർ more children are proud to become its member of work together to always lead the way. ഓരോ വർഷം കഴിയുമ്പോഴും കുട്ടികളുടെ എണ്ണം ആ സംഘത്തിൽ കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. ഇന്നത്തെ ലെസൺ ഇവിടെ തീരുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. തീർച്ചയായിട്ടും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാവുമെന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അടുത്ത ഒരു ഭാഗവുമായിട്ട് വീണ്ടും കാണാം.